ഹലോ എവരി വൺ, വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. പിന്നെ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോണത് കഴിഞ്ഞ ദിവസം, അതായത് 16th ഏപ്രിലിൽ നടന്ന CHSL എക്സാമിൻ്റെ ഇംഗ്ലീഷ് സെക്ഷൻ്റെ ഒരു ബ്രീഫ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്, അല്ലെങ്കിൽ ഒരു ചെറിയ അനാലിസിസ് ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ ബേസിക്കലി ഒരു ഫസ്റ്റ് ഇത് നമ്മൾ പറയാമെന്ന് വെച്ചാൽ നമ്മുടെ പ്രീവിയസ് ഇയർ പേപ്പറിൻ്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് വന്നത്. അതായത് അതിൽ ചോദിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത്. എന്നിരുന്നാലും ഓരോ ക്വസ്റ്റ്യനിലും ചെറിയ വ്യത്യാസം, അതായത് ചോദിച്ച വേർഡ്സ് ഡിഫറെൻ്റ് ആണ്, ഗ്രാമർ ക്വസ്റ്റ്യൻസ് പറഞ്ഞ മിസ്റ്റേക്സ് ചെറുതായിട്ട് ഡിഫറെൻ്റ് ആണ്. ഹവർ നമ്മൾ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് എല്ലാം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 90% ഓഫ് ദ ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഇത് പാസീവ് വോയിസിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ പേപ്പേഴ്സിലുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിൻ്റെ ഒരു മോഡൽ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് എ പാസീവ് ഫോം ഓഫ് ദ സെൻറ്റൻസ്. അപ്പം നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, ഇത് ആക്റ്റീവ് വോയിസിലാണ്, ഇതിൻ്റെ കറസ്പോണ്ടിങ് പാസീവ് വോയിസ് എഴുതാനാണ് പറയണത്. അപ്പോൾ നമ്മൾ അപ്പോൾ എന്താണ് പറയുന്നത്, പാസീവ് ടു ആക്റ്റീവ് ടു പാസീവ് കൺവേർഷൻ റൂൾസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇതിൽ ഈ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് എന്താണെന്ന് അറിയണം, ഒബ്ജക്റ്റ് എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്റ്റീവ് ടു പാസീവ് ആക്കുമ്പോഴത്തേക്കും എന്താണ് ചെയ്യണത്, ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് പാസീവ് വോയിസിലെ ഒബ്ജക്റ്റ് ആവും, അതിൽ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ആവും. അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഐഡൻറ്റിഫൈ ചെയ്യുക. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വി എന്ന് പറഞ്ഞ സെൻറ്റൻസ് ആണ്, വി എന്ന് പറഞ്ഞ വേർഡാണ് നമ്മുടെ സബ്ജക്റ്റ്. അതായത് വി അല്ലേ വർക്ക് ചെയ്യുന്നത്, വി ഹാവ് ചോസൺ ദ കളർ ഓഫ് ദ ന്യൂ കാർ, നമ്മളാണ് ചൂസ് ചെയ്തത്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വി, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദ കളർ ഓഫ് ദ കാർ ആണ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൺവേർഷൻ ആക്റ്റീവ് വോയിസിലോട്ട് പാസീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് വന്നതെന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ് ആയിരിക്കും ഫസ്റ്റ് വന്നത്, അതായത് സബ്ജക്റ്റ് ആയിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിലോട്ട് നോക്കുക, അത് ദ കളർ ഓഫ് ദ ന്യൂ കാർ, ഓക്കെ, അതായത് സബ്ജക്റ്റ് ആയിട്ട് വന്നത് ദ കളർ ഓഫ് ദ ന്യൂ കാർ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മേടിക്കേണ്ട കാറിൻ്റെ കളർ, ഓക്കെ, ഇത്രയും ഭാഗമാണ് സബ്ജക്റ്റ് ആയിട്ട് വന്നേക്കുന്നത് പാസീവ് വോയിസിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടെൻസ് ആണ് നോക്കേണ്ടത്, നമ്മുടെ ആക്റ്റീവ് വോയിസിലെ ടെൻസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വോയിസിൽ പെർഫെക്റ്റ് ടെൻസ് ആണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് വന്നേക്കുന്നത്, പ്രസൻറ്റ് പെർഫെക്റ്റ്. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റിലുള്ള ടെൻസിന് നമ്മൾ പാസീവ് വോയിസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു കൺവേർഷൻ ഇതുണ്ട്, അതായത് ഹാസ് ഓർ ഹാവ്. അത് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റിലുള്ള ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എന്നുള്ള പ്രസൻറ്റ് ടെൻസിലുള്ള പ്രസൻറ്റ് പെർഫെക്റ്റിലുള്ള സെൻറ്റൻസിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെ ഇവിടെ ഹാസ് ഓർ ഹാവ് ഉണ്ടാവും, പ്ലസ് V3 ഉണ്ടാവും, പ്ലസ് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. അതാണ് ആക്റ്റീവ് ഒരു പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ആക്റ്റീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ അഗെയിൻ ഹെൽപ്പിംഗ് വേർബ് ഹാസ് ഓർ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഇവിടുത്തെ സബ്ജക്റ്റ് ആവും. അപ്പോൾ ഒബ്ജക്റ്റ് ആണ് ഹാസ് ഓർ ഹാവ് പ്ലസ് ഇവിടെ ഒരു ബി എന്ന് പറഞ്ഞൊരു വാക്ക് വരും, ഓക്കെ, പ്ലസ് V3 ബൈ ദ സബ്ജക്റ്റ്. ഇതാണ് നമ്മൾ കൺവേർഷൻ ബേസിക്കലി ആക്റ്റീവ് ടു, അതായത് ആക്റ്റീവ് ടു പാസീവ് പ്രസൻറ്റ് പെർഫെക്റ്റിനെ കൺവേർട്ട് ചെയ്യപ്പെടുള്ളൊരു ആക്റ്റീവ് ടു പാസീവ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ കൺവേർട്ട് ചെയ്യപ്പെടുള്ളൊരു ഫോർമാറ്റ് ഇതായിരിക്കും പാസീവായിട്ടുള്ള സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഇതായിരിക്കും ബേസിക്കലി. നമ്മുടെ ഇവിടെ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട് ദ കളർ ഓഫ് ന്യൂ കാർ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഹെൽപ്പിംഗ് വേർബില്ലേ ഹാസ് ആണോ ഹാവ് ആണോ എന്ന് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ നമ്പർ അനുസരിച്ചായിരിക്കും. ഒബ്ജക്റ്റ് സിംഗുലർ ആണ് അല്ലെങ്കിൽ 1 ഉള്ളെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വന്ന ഹെൽപ്പിംഗ് വേർബ് എന്ന് പറഞ്ഞാൽ ഹാസ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ കളർ ഓഫ് ദ ന്യൂ കാർ ആണ്, അതായത് ദ കളറാണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ പാസീവ് വോയിസിലെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, കളറല്ലേ, കളേഴ്സ് അല്ലല്ലോ. അപ്പോൾ ഇവിടെ സിംഗുലർ ആണ്, അപ്പോൾ ഇതിന് ഫോളോ ചെയ്യേണ്ട വേർബ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ നോക്കുക, നമ്മളിവിടെ പറഞ്ഞത് ഹാസ് ഓർ ഹാവ് വരുമെന്നാണ് പറഞ്ഞത് പ്രസൻറ്റ് പെർഫെക്റ്റിനെ നമ്മൾ പാസീവ് വോയിസിലോട്ട് ആകുമ്പോഴത്തേക്കും. അപ്പോൾ ഹാസ് ഓർ ഹാവ് എന്നൊക്കെ ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 4 തന്നെയാണ് നമ്മുടെ ആൻസർ, കാരണം ഹാസ് ആണ് ഇവിടെ വന്നേക്കുന്ന വേർബ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിലുള്ളൊരു ആക്റ്റീവ് വോയിസിനെ നമ്മൾ പാസീവ് വോയിസിലോട്ട് ആകുമ്പോഴത്തേക്കും ഇവിടെ ബേസിക്കലി വന്നതെന്ന് പറഞ്ഞാൽ സെയിം പ്രസൻറ്റ് ടെൻസ് തന്നെ ആയിരിക്കും പാസീവ് വോയിസും, പക്ഷെ അവിടെ യൂസ് ചെയ്യേണ്ട ഹെൽപ്പിംഗ് വേർബ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് ആയിട്ടാണ്. ആ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കളറാണ്, അപ്പോൾ അവിടെ ഇത് വേണം. അതുകഴിഞ്ഞിട്ട് ഫോളോ ചെയ്യുന്നത് ബീൻ എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ സ്ട്രക്ചർ പറഞ്ഞില്ലേ, ബീൻ എന്ന് പറഞ്ഞൊരു വേർഡ് വരും, പിന്നെ എന്ന് പറഞ്ഞാൽ V3 വരും, നമ്മുടെ ഈ വേർബിൻ്റെ V3 വരും, അത് അവിടെ തന്നെ വന്നിട്ടുണ്ട്, V3 വന്നിട്ടുണ്ട്. പിന്നെ ബൈ വരും, പിന്നെ അസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് വരും. അപ്പോൾ വി ആണ് അവിടുത്തെ സബ്ജക്റ്റ്, അപ്പോൾ അവിടെ ബൈ എന്ന് പറഞ്ഞാൽ അസ് എന്ന് വരും.
നമ്മുടെ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ കറക്റ്റ് സെൻറ്റൻസ്. ദ കളർ ഓഫ് ദ ന്യൂ കാർ വി വോണ്ട് ടു ബൈ ഹാസ് ബീൻ ചോസൺ ബൈ അസ്. അതായത് ഈ പർട്ടിക്കുലർ ആക്റ്റീവ് വോയിസിൻ്റെ കറസ്പോണ്ടിങ് പാസീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അപ്പോൾ ഈ ഒരു സെഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ എല്ലാം കൺവേർഷനും, അതായത് സിമ്പിൾ പ്രസൻറ്റിലുള്ള ഒരു ആക്റ്റീവ് വോയിസിന് നമ്മൾ എങ്ങനെയാണ് പാസീവ് വോയിസ് ആക്കുമ്പോൾ എന്തൊക്കെ ചേഞ്ചാണ് വന്നത്, അങ്ങനെയുള്ള എല്ലാ കേസിലെയും റൂൾസും നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം ഈ ക്വസ്റ്റ്യൻസ് വന്നാണ്, വെറുതെ മിസ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്യൂ റൂൾസ്, ഒരു 20 സംതിങ് റൂൾസേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 15 സംതിങ് റൂൾസേ ഉള്ളൂ. പക്ഷേ അതെല്ലാം ജനറലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വളരെ ഷോർട്ട് ചെയ്യാം. കുറച്ച് റൂൾസായിട്ട് നമുക്കത് പഠിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ പാസീവ് സെൻറ്റൻസ് കഴിഞ്ഞു, ഇനി അടുത്ത ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത ടൈപ്പ് വന്നാണ് ജംപിൾഡ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ PQRS എന്ന് പറയും, അല്ലെങ്കിൽ ജംപിൾ സെൻറ്റൻസ് എന്ന് പറയും. ജംപിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കുറേ സെൻറ്റൻസസുകൾ ജംപിൾഡായിട്ട് തന്നിട്ടുണ്ടാവും. പക്ഷേ അതൊരു നമ്മളതിനെ കറക്റ്റ് ഓർഡറിൽ എഴുതണം, കറക്റ്റ് ലോജിക്കൽ സീക്വൻസിൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മീനിങ് കൺവേ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എഴുതണം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് തന്നിരിക്കുന്ന കുറേ സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട് അല്ലേ. എന്നിട്ട് ഈ സെൻറ്റൻസുകൾ നമ്മളപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിലെ ഇൻട്രൊഡക്ടറി സെൻറ്റൻസ് ആയിട്ട് വന്നുള്ള സെൻറ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ ഓരോ സെൻറ്റൻസും വായിച്ച് നോക്കുക. എന്നിട്ട് അതിൽ ഇൻട്രൊഡക്ടറി ആവാനായിട്ടുള്ള ചാൻസ് ഉള്ള ഏതാണെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് വായിച്ച് നോക്കാം. ജസ്റ്റ് ബിഫോർ ദ സാക്രിഫൈസ്, ഒരു സാക്രിഫൈസിന് മുൻപ്. പക്ഷേ ഏത് സാക്രിഫൈസ് ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളൊരു പാരഗ്രാഫ് പറയുമ്പോൾ ആദ്യമേ നമ്മൾ ഒരു വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ ഒരു പേസ്റ്റിനെ കുറിച്ചുള്ള പാരഗ്രാഫാണെങ്കിൽ ആദ്യം പേസ്റ്റ് എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓർഡറിൽ നമ്മൾ ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷൻ വേണം, നമ്മൾ നോക്കുന്ന കാര്യത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ വേണം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ ജസ്റ്റ് ബിഫോർ ദ സാക്രിഫൈസ്, ഒരു സാക്രിഫൈസിന് മുൻപ്. സാക്രിഫൈസ് എന്തിനാണ് സാക്രിഫൈസ് ഇവിടെ വന്നത്, അതൊന്നും നമുക്ക് ഈ ഫസ്റ്റ് സെൻറ്റൻസിൽ കിട്ടില്ല. എഗെയിൻ നമുക്ക് വായിച്ചാൽ ഹവർ ഹീ നോട്ടീസ് ദാറ്റ് വൺ ഓഫ് ദ കിങ്സ് ഫിംഗേഴ്സ് വാസ് മിസ്സിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സെൻറ്റൻസ് വന്നു, ഹീ എന്ന് പറഞ്ഞൊരു വേർഡ് വന്നു. ഹീ എന്ന് പറഞ്ഞാൽ എന്തുണ്ട്, ഒരു പ്രൊനൗൺ ആണ് അല്ലേ. പ്രൊനൗൺ എന്ന് പറയുന്നത് നമ്മൾ പ്രൊനൗൺ യൂസ് ചെയ്യണത് എവിടെയാണ്, വൺസ് ഒരു നൗണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ നൗണിനെ റെഫർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രൊനൗൺ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു സെൻറ്റൻസ് പറയണം, രാജു ഇസ് എ ഗുഡ് കിഡ്. ഫസ്റ്റ് സെൻറ്റൻസ് പറയണതാണ് രാജു ഒരു നല്ല കുട്ടിയാണ്. എന്നിട്ട് നമ്മൾ പറയണതാണ് എന്ത്, ഹീ ലിസൺസ് ടു ഹിസ് ടീച്ചേഴ്സ്. ഹീ ലിസൺസ് ടു ഹിസ് ടീച്ചേഴ്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത് നമ്മൾ സെൻറ്റൻസിൽ എഗെയിൻ രാജുവിനെ റെഫർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നോക്കുമ്പോൾ ഹീ എന്ന് പറഞ്ഞൊരു പ്രൊനൗൺ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് എവിടെയെങ്കിലും ഒരു നൗണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ, അതിന് മുന്നേ അല്ലേ, ഇവിടെ ഒരു നൗണും ഇല്ലല്ലോ, ഇത് റെഫർ ചെയ്യുന്ന നൗണൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതൊരു ഇൻട്രൊഡക്ടറി സെൻറ്റൻസ് ആവില്ല എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് ഇപ്പോൾ ഒരു പ്രൊനൗൺ വിത്തൗട്ട് പ്രയറായിട്ട് ഒരു നൗൺ ഇല്ലാതെ ഒരു പ്രൊനൗൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതല്ലായിരിക്കും നമ്മുടെ സ്റ്റാർട്ടിങ് സെൻറ്റൻസ്. അതിൻ്റെ മുന്നിൽ എവിടെയോ ഒരു നൗൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ആ നൗണിന് റെഫർ ചെയ്യാനാണ് ഈ ഹീ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് നമ്മുടെ ഇൻട്രൊഡക്ടറി സെൻറ്റൻസ് അല്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി നോക്കാം. എ സ്റ്റാർട്ട് ചെയ്തേക്കണം. ഓക്കെ, ഓപ്ഷൻ 3 എന്ന് പറഞ്ഞാൽ ഈ ഒരു സെൻറ്റൻസിൻ്റെ കറക്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എയിലാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 3 എന്നുള്ളത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, കാരണം അതൊരിക്കലും ഇൻട്രൊഡക്ടറി സെൻറ്റൻസ് ആയിട്ട് വരില്ല. നമുക്ക് അടുത്ത സെൻറ്റൻസ് വായിച്ച് നോക്കാം. വൺസ് എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, വൺസ് വെൻ ട്രാവലിംഗ് അക്രോസ് എ ഫോറസ്റ്റ് ദ കിങ് വാസ് ക്യാപ്ചേർഡ് ബൈ എ പവർഫുൾ ട്രൈബ്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് സെൻറ്റൻസ് പറഞ്ഞാൽ ഒരിക്കൽ ഒരു ഫോറസ്റ്റിൽ കൂടി ഒരു കിങ് ട്രാവൽ ചെയ്തുകൊണ്ട് വന്നപ്പോൾ ഒരു ട്രൈബ് അയാളെ പിടിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, വൺസ് ഒരിക്കൽ എന്നുള്ളൊരു മീനിങ്. അപ്പോൾ ഇതെന്താ പറയുക, സ്റ്റാർട്ടിങ് ആകാനുള്ള ചാൻസ് ഉണ്ട്, ഈ ഓപ്ഷന് ചാൻസ് ഉണ്ട്. നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് തന്നെ സെൻസ് പറയുന്നുണ്ട്, അതായത് ഒരു റീസൺ വെച്ച്, സെൻസ് എന്ന് പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ ഹവർ വെച്ച് ഒന്നും ഒരിക്കലും അല്ല. സെൻസ് വെച്ചെന്ന് നമ്മൾ ഒരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ സെൻസ് വെച്ചോ അല്ലെങ്കിൽ ഒരു കാരണം വെച്ചോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് സെൻസ് എന്ന് പറഞ്ഞ വാക്ക് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഈ ഓപ്ഷൻ ആകാനും ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം. ദ ട്രൈബൽ പ്രീസ്റ്റ് ഡിസൈഡഡ് ടു സാക്രിഫൈസ് എ കിങ് ടു ദെയർ ഗോഡ്. അപ്പോൾ ഓപ്ഷൻ ഡി എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ട്രൈബൽ പ്രീസ്റ്റ് ഉണ്ട്, അവരുടെ ഗോഡിന് ഈ കിങ്ങിനെ സാക്രിഫൈസ് ചെയ്യാനായിട്ട് അയാൾ പ്ലാൻ ചെയ്തെന്നാണ് പറയുന്നത്, ഒരു ട്രൈബൽ പ്രീസ്റ്റ്. അപ്പോൾ നമ്മൾ സെൻറ്റൻസിൽ ഫസ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഓക്കെ എന്തിനാണ് സാക്രിഫൈസ് ചെയ്യുന്നത്, അങ്ങനെ ഒരു റിലേഷൻ ട്രൈബൽ പ്രീസ്റ്റും കിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പോ ഒരു ഐഡിയ നമുക്ക് കിട്ടണല്ലോ. വെറുതെ ഒരു ട്രൈബൽ പ്രീസ്റ്റ് കിങ്ങിനെ
ഗോഡിനായിട്ട് സാക്രിഫൈസ് ചെയ്യണമെന്ന് ഈ സെൻറ്റൻസ് പറയുന്നുള്ളൂ. അപ്പോൾ ഇതൊരു ഇൻട്രഡക്ഷൻ, അതായത് ഈ ഒരു ഐഡിയ ഇതിൽ എന്താണ് ഡിസ്കസ് ചെയ്തേക്കുന്നത് അതിനൊരു ഇൻട്രഡക്ഷൻ ആയിട്ടല്ല വന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇൻട്രഡക്ടറി സെൻറ്റൻസ് ആയിട്ട് വരാനായിട്ട് ചാൻസ് ഉള്ള മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സെൻറ്റൻസ് ഓപ്ഷൻ ബി ആണ്. അതിൽ പറയുന്നത് എന്താ, ഒരിക്കൽ ഒരു രാജാവ്, നമ്മളിപ്പോൾ സാധാ സ്റ്റോറി പറയുന്ന ഒരു മോഡിലോട്ട് വന്നു. ഒരിക്കലും ഒരു രാജാവ് ഫോറസ്റ്റിൽ കൂടി നടന്നുകൊണ്ട് വന്ന സമയത്ത് അയാളൊരു പവർഫുൾ ട്രൈബിലെ ആൾക്കാർ പിടിച്ചു. നമ്മൾ ആലോചിച്ച് നോക്കുക, അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത്? അത് കഴിഞ്ഞിട്ട് ആ ട്രൈബിലുള്ള ഒരു പ്രീസ്റ്റ്, ട്രൈബൽ പ്രീസ്റ്റ് ഡിസൈഡഡ് ടു സാക്രിഫൈസ് എ കിങ് ടു ദർ കിങ്. ഓക്കെ, ആ പിടിച്ച ആ കിങ്ങിനെ ഒരു ഗോഡിന് സാക്രിഫൈസ് ചെയ്യാനായിട്ട് ട്രൈബൽ പ്രീസ്റ്റ് ഡിസൈഡ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സാക്രിഫൈസ് ചെയ്യണതിന് മുന്നേ, അത് സാക്രിഫൈസ് വിചാരിച്ചു, സാക്രിഫൈസിന് കൊടുക്കുന്നതിന് മുന്നേ അയാൾ, അതായത് ആ ട്രൈബൽ പ്രീസ്റ്റ് നോട്ടീസ് ചെയ്തു എന്തോ കിങ്ങിൻ്റെ ഫിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ മിസ്സിങ് ആണെന്ന് നോട്ടീസ് ചെയ്തു. ഓക്കെ, അതുകഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയണത് സിൻസ് ഇറ്റ് വാസ് നോട്ട് ആക്സെപ്റ്റബിൾ ടു സാക്രിഫൈസ്, ഒരു ഇൻകംപ്ലീറ്റ് പേഴ്സണെ സാക്രിഫൈസ് ചെയ്യാനായിട്ട് പറ്റാത്ത കാരണം, അതായത് അതൊരു ആക്സെപ്റ്റഡ് നോം അല്ലാത്ത കാരണം എന്താണ്, ആ കിങ്ങിനെ അവർ വെറുതെ വിട്ടു എന്നാണ് പറയണത്. അപ്പോൾ ഇതായിരിക്കണം ആ ലോജിക്കൽ ഓർഡർ. നമ്മൾ വൺസ് നമ്മളൊരു പെർട്ടിക്കുലർ ഓർഡർ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലോജിക്കലി അല്ലെങ്കിൽ അതൊരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഐഡിയാസ് അതിലുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് വഴി നമുക്ക് അപ്രോച്ച് ചെയ്യാം. നമ്മൾ ആദ്യമേ ഈ ഓപ്ഷൻ നോക്കിയിട്ട് ഓക്കെ ഈ ഒരു ഓർഡറിൽ എടുത്തിട്ട് അതിനൊരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഐഡിയ ഉണ്ടോ, അങ്ങനെ നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഈ ഓപ്ഷൻ ആൻസർ ചെയ്യാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം തന്നിരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം പുവർ ഓപ്ഷൻസ് ആണ്. നമുക്ക് റൈറ്റ് അവേ ഓപ്ഷൻ ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റും, ഈ ഓപ്ഷൻസ് അല്ല എന്നും പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജംബിൾഡ് സെൻറ്റൻസ് എങ്ങനെയാണ് ഓർഡർ ചെയ്യണമെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫോം. ഓക്കെ, ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് കൺവേർഷൻ ആണ്. നമ്മൾ പാസീവ് ടു ആക്റ്റീവ് ടു പാസീവ് കൺവേർഷൻ പഠിച്ച പോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് കൺവേർഷനും പഠിക്കാനുണ്ട്. അതിന് ഫ്യൂ റൂൾസ് ഉണ്ട്, അതെല്ലാം നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങൾ ആ റൂൾസ് എല്ലാം പഠിച്ചു വെക്കുക. കാരണം ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും വന്നതാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ശാന്തി ആസ് മീ വൈ ഡിഡ് യു കീപ് ദി സ്മാർട്ട് ഫോൺ ഇൻ ദ പെൻ. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു കോമ ഇവിടെ ഉണ്ടല്ലോ, കോമണിന് ബിഫോർ ഉള്ളൊരു സെൻറ്റൻസും ആഫ്റ്റർ ഉള്ള സെൻറ്റൻസ് ആയിട്ട് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഈ ക്വസ്റ്റ്യൻ. ഈ സെൻറ്റൻസിനാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രീവിയസിലുള്ള സെൻറ്റൻസ്. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിനെ നമ്മളൊരു ഇതാണ് ഡയറക്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ, അതായത് ഒരാൾ സംസാരിക്കുന്ന അതുപോലെ തന്നെ ഡിറ്റോ അതുപോലെ തന്നെ നമ്മൾ എഴുതുന്നതിനാണ്, അതുപോലെ തന്നെ ആ സെൻറ്റൻസ് പറയണതിനാണ് നമ്മൾ ഡയറക്റ്റ് എന്ന് പറയുക. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞത് നമ്മൾ നറേറ്റ് ചെയ്യുന്ന ആ ഫോമിൽ പറയപ്പെടുകയാണ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് കൺവേർഷൻ ചെയ്യുമ്പോൾ പ്രനൗൺസിന് ചേഞ്ച് വരും. പിന്നെ അതായത് ഇവിടെ യൂസ് ചെയ്ത പ്രനൗൺ അല്ലായിരിക്കും ഇവിടെ വന്ന പ്രനൗൺ, ആൻസർ വന്ന പ്രനൗൺ. പിന്നെ നമ്മുടെ ടെൻസ് ചേഞ്ച് ആവും. അതായത് ഇപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആവും, പാസ്റ്റ് പെർഫെക്റ്റ് ആവും. അങ്ങനെ കുറേ കൺവേർഷൻസ് ഉണ്ട്, ടെൻസുകളുടെ കൺവേർഷൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലെ കൺവേർഷൻ മാത്രം നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നോക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ പറയണമെന്ന് പറഞ്ഞൊരു നമ്മുടെ സെൻറ്റൻസ് എന്ന് പറഞ്ഞ ഒരു ഇൻറ്ററഗേറ്റീവ് സെൻറ്റൻസ് ആണ്. എഗെയിൻ ഇപ്പോൾ ഒരു ഡയറക്റ്റ് സ്പീച്ചിൽ ഇതിൽ വന്നിരിക്കുന്ന സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്ററഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ഹവർ അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ടല്ലായിരിക്കും, അതിനൊരു അസേർട്ടീവ് സെൻറ്റൻസ് ആയിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ സ്ട്രക്ചറിൻ്റെ, അതായത് നമ്മുടെ സെൻറ്റൻസിൻ്റെ ഒരു സ്ട്രക്ചറൽ ചേഞ്ചും കൂടി ഉണ്ടാവും. ഇൻറ്ററഗേറ്റീവ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ഒരു ഹെൽപ്പിംഗ് വേർബ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വന്നത്. ഹവർ നമ്മളിതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് ആകുമ്പോഴത്തേക്കും അത് അസേർട്ടീവ് സെൻറ്റൻസ് ആവും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ക്വസ്റ്റ്യൻ വേർഡ് പോലെ ഇവിടെ ഉണ്ട്, പക്ഷേ ഹെൽപ്പിംഗ് വേർബിന് സബ്ജക്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഹെൽപ്പിംഗ് വേർബ് വന്നത് അസേർട്ടീവ് സെൻറ്റൻസിൽ. അതിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഐ കഴിഞ്ഞിട്ടല്ലേ ഹാഡ് വന്നത്. ഓക്കെ, അങ്ങനെ ഒരു സ്ട്രക്ചറൽ ചേഞ്ചും സെൻറ്റൻസുകൾക്ക് ഉണ്ടാവും. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ അത് വെച്ചൊരു അങ്ങനത്തെ ഒരു ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ അത് നമ്മളിപ്പോൾ മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സെൻറ്റൻസ് ഏത് ടെൻസിലാന്ന് നോക്കണം. ഈ സെൻറ്റൻസ് നോക്കുമ്പോൾ വൈ ഡിഡ് യു കീപ് ദ സ്മാർട്ട് ഫോൺ ഇൻ ദ പെൻ, ആ സെൻറ്റൻസ് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മളതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, സിമ്പിൾ പാസ്റ്റ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടാണ് കൺവേർഷൻ വന്നത്. ഓക്കെ, അതായത് ഒരു ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് കൺവേർഷനിൽ സിമ്പിൾ പാസ്റ്റ് എന്നുള്ള പാസ്റ്റ് പെർഫെക്റ്റ് ആകും. നമുക്ക് ഓപ്ഷൻസിൽ ജസ്റ്റ് നോക്കാം.
അപ്പോൾ ഇതിൽ പറഞ്ഞ ശാന്തി ആസ്ക് മീ വൈ ഡിഡ് യു കീപ് ദി സ്മാർട്ട് ഫോൺ ഇൻ ദ പെൻ. നമ്മൾ ജസ്റ്റ് നോക്കുക. ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്, ഇവിടെ പാസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്, പിന്നെ ഇവിടെയും സിമ്പിൾ പാസ്റ്റ് ആണ് അഗെയിൻ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. കാരണം ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ്, അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് വായിച്ച് നോക്കാം. ശാന്തി ആസ്ക് മീ വൈ ഐ ഹാഡ് കെപ്റ്റ്, വൈ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, വൈ ഐ ഹാഡ് കെപ്റ്റ് ദാറ്റ് സ്മാർട്ട് ഫോൺ ഇൻ ദ പെൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ വരും. കാരണം നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിൽ സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. എഗെയിൻ ഇവിടുത്തെ യു എന്ന് പറഞ്ഞാൽ അതായത് സെക്കൻഡ് പേഴ്സൺ ആയിട്ടുള്ള സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺസ് അല്ലേ, അത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ബേസിലായിരിക്കും ചേഞ്ച് ആവുന്നത്. അതൊരു വേറെ റൂളാണ്. ഇവിടെ മീ ആണ്, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് മീ എന്നുള്ളത് ഐ ആയിട്ട് മാറും. ഇവിടെ ഐ സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ട് സെക്കൻഡ് പാർട്ട് ഓഫ് ദി ഒബ്ജക്റ്റിൻ്റെ ബേസിലായിരിക്കും ഇവിടെ ചേഞ്ച് ആവുന്നത്. അപ്പോൾ മീ എന്നുള്ളത് കറസ്പോണ്ട് ചെയ്യുന്ന യു ആണ്, യു എന്ന് പറഞ്ഞപ്പോൾ ഐ ആയി മാറും. ആ പ്രൊനൗണിൻ്റെ ചേഞ്ചസും നിങ്ങൾ എങ്ങനെയാണ് ഓരോ പ്രൊനൗൺസ് എങ്ങനെയാണ് ചേഞ്ച് ആവണമെന്നുള്ളത്, അതിപ്പോൾ ഒരു ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ പ്രൊനൗണാണ് വന്നെങ്കിൽ അതെങ്ങനെ ചേഞ്ച് ആവും, ആ റൂൾസ് എല്ലാം നമ്മൾ നോക്കേണ്ടി വരും ഇപ്പോൾ ഇൻഡയറക്റ്റ് ഡയറക്റ്റ് സ്പീച്ചിൻ്റെ എൻറ്റയർ കൺവേർഷൻ പഠിക്കണമെങ്കിൽ. ഓക്കെ, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇതും ഫ്യൂ റൂൾസ് പഠിച്ചാൽ മതി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട്. എന്തായാലും ആ റൂൾസ് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് റൂൾസ് ഉണ്ട്, അത്രയും പഠിച്ചാൽ നമുക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പഠിക്കുക എന്നുള്ളതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. നമുക്ക് അടുത്ത വന്നേക്കുന്ന ഗ്രാമർ എറേഴ്സ് എന്താണെന്ന് നോക്കാം, ഗ്രാമാറ്റിക്കൽ എറേഴ്സ് എന്തൊക്കെയാണ് വന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് സെൻറ്റൻസ് വായിക്കാം, അതിൽ ഏത് പാർട്ടിലാണ് തെറ്റെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലെൻറ്റി ഓഫ് പീപ്പിൾ ലൈക്സ് ടു സെലിബ്രേറ്റ് ന്യൂ ഇയേഴ്സ് ഈവ് വിത്ത് ദെയർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഇതാണ് സെൻറ്റൻസ്. ഇതിൽ എറർ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്ന എറർ എന്ന് പറഞ്ഞാൽ സബ്ജക്ട് വേർബ് അഗ്രിമെൻ്റ് ആണ്. എഗെയിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും കോമൺലി ചോദിക്കുന്ന എററാണ് സബ്ജക്ട് വേർബ് അഗ്രിമെൻറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കണതെന്ന് പറഞ്ഞാൽ ഇതിൽ എറർ എന്ന് പറഞ്ഞാൽ ഈ ലൈക്സ് എന്നുള്ളതാണ് എറർ. ലൈക്സ് എസ് അല്ലെങ്കിൽ ഒരു പ്ലൂറൽ വെർബ് ഒരു സിംഗുലർ വേർബ്, അതായത് എസ് ഉള്ള വേർബുകളിലാണ് നമ്മൾ സിംഗുലർ എസ്ഒ ഇ എസ് ഉള്ള വേർബ്സിന്, അതായത് റണ്ണിന് നമ്മൾ ഒരു എസ് ആഡ് ചെയ്താൽ അതൊരു സിംഗുലർ വെർബായി. അതായത് സിംഗുലർ വേർബ് എന്ന് പറഞ്ഞാൽ സിംഗുലർ സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന വേർബിനെ സിംഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈക്സ് എന്നുള്ളത് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ സബ്ജക്റ്റിൻ്റെ ഒപ്പമാണ് ലൈക്സ് യൂസ് ചെയ്യുന്നത്. അവർ നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലെൻറ്റി ഓഫ് പീപ്പിൾ ആണ്, കുറേ ആളുകൾ എന്നാണ്. അതായത് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്, കുറേ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. കുറേ ആളുകൾ മറ്റേ ന്യൂ ഇയേഴ്സ് ഈവ് വിത്ത് ഫാമിലി ഫ്രണ്ട്സായിട്ട് കുറേ ആൾക്കാർ മറ്റേ ന്യൂ ഇയേഴ്സ് ഈവ് അവരുടെ ഫാമിലിയും ഫ്രണ്ട്സായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ഈ ക്വസ്റ്റിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ വന്ന സെൻറ്റൻസ്, ഇവിടെ വന്ന വേർബ് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലൂറൽ വേർബ് ആയിരിക്കണം, അതായത് പ്ലൂറൽ സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട വേർബ് ആയിരിക്കണം. അതായത് ഇവിടുത്തെ എറർ എന്ന് പറഞ്ഞാൽ ഈ എസ് എന്നുള്ള യൂസേജ് അല്ലേ, ഈ എസിൻ്റെ യൂസേജാണ് എറർ. ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലെൻറ്റി ഓഫ് പീപ്പിൾ ലൈക്ക് ടു സെലിബ്രേറ്റ് ന്യൂ ഇയേഴ്സ് ഈവ് വിത്ത് ദെയർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എന്നുള്ളതാണ് കറക്റ്റ്. കാരണം സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ വന്ന കാരണം നമ്മുടെ അതിന് ഫോളോ ചെയ്യുന്ന വേർബ് എന്ന് പറഞ്ഞാലും പ്ലൂറലായിരിക്കണം, അതായത് ഈ എസ് ഉണ്ടാവാൻ പാടില്ല അവിടെ. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓക്കെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ. അതായത് പ്ലെൻറ്റി ഇവിടെ ലൈക്ക് എന്ന് തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എഗെയിൻ നമുക്ക് വായിച്ച് നോക്കാം. ക്യാരറ്റ്സ് ആൻഡ് സ്വീറ്റ് പൊട്ടാറ്റോസ് വെയർ എയർ ഡ്രോപ്പ് ഫോർ ആനിമൽസ് സ്റ്റാർവിംഗ് ഡ്യൂറിങ് ദ ട്രാജിക് ബുഷ് ഫയേഴ്സ് ഇൻ ഓസ്ട്രേലിയ. ഓക്കെ, പറയുന്നത് പറഞ്ഞാൽ ക്യാരറ്റും സ്വീറ്റ് പൊട്ടാറ്റോസും മറ്റേ എയറിൽ നിന്ന് മറ്റേ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു. മറ്റേ ഈ ആമസോൺ അല്ല ഒരു ഓസ്ട്രേലിയയിൽ എന്തോ ഒരു തീപിടുത്തം ഉണ്ടായില്ലേ, ആ സമയത്ത് ആനിമൽസിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യാരറ്റ്സും സ്വീറ്റ് പൊട്ടാറ്റോസും കൊടുത്തതാണ് സെൻറ്റൻസ് പറയുന്നത്. അതിൽ എറർ എവിടെയാണെന്ന് നോക്കാം. എറർ എവിടെയെന്ന് വെച്ചാൽ ക്യാരറ്റ്സ് ആൻഡ് സ്വീറ്റ് പൊട്ടാറ്റോസ്. ഓക്കെ, ഇവിടെ ആൻഡ് വെച്ചാണ് രണ്ട് നൗൺസ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറലാണ്. അതിനെ ഫോളോ ചെയ്ത് വന്ന വേർബ് എന്ന് പറഞ്ഞാൽ അതും പ്ലൂറൽ വേർബ് തന്നെയാണ്, പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന വേർബ് തന്നെയാണ്. അപ്പോൾ സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻ്റ് ഒരു എറർ അവിടെ കാണുന്നില്ല. ക്യാരറ്റ്സ് ആൻഡ് സ്വീറ്റ് പൊട്ടാറ്റോസ് വെയർ എയർ ഡ്രോപ്ഡ്. ഓക്കെ, വെയർ എയർ ഡ്രോപ്പ് എന്നുള്ളതാണ്. ബേസിക്കലി നമുക്ക് ഈ സെൻറ്റൻസ് കാണുമ്പോൾ മനസ്സിലാവും എന്ത്, ഇതൊരു പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് ആണ് അല്ലേ, പാസീവ് സെൻറ്റൻസ് ആണിത് ബേസിക്കലി. അപ്പോൾ പാസീവ് വോയിസിലുള്ള എല്ലാ സെൻറ്റൻസിൻ്റെയും ഒരു ഫോർമാറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പിംഗ് വേർബ് കഴിഞ്ഞിട്ട് ഫോളോ ചെയ്യേണ്ടത് V3 ഓഫ് ദി വേർബ് ആയിരിക്കണം, അതായത് തേർഡ് ഫോം ഓഫ് ദി വേർബ് ആയിരിക്കണം ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. ഹവർ നമ്മുടെ ഇവിടെ വന്നേക്കണം എന്താണ്, എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ വാക്കാണ്. എയർ ഡ്രോപ്ഡ് എന്നായിരിക്കണം ആക്ച്വൽ ആൻസർ എന്ന് പറഞ്ഞാൽ.
എയർ ഡ്രോപ്ഡ് എന്ന് പറഞ്ഞ ഒരു ഫോമാറ്റിൽ വരണം, എന്നാലാണ് ഇത് കറക്റ്റ് ആവുള്ളൂ. അവിടെയാണ് എറർ വന്നേക്കണം. അപ്പോൾ ഇതിൻ്റെ എറർ എവിടെയാണ്? ഓക്കെ, ഇതിൻ്റെ കറക്ഷനാണ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 2 ആയിരിക്കും. സെൻറ്റൻസ് കറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 2 ആണ്. കാരണം നേരത്തെ പറഞ്ഞ പാസീവ് വോയിസിൽ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വേർബ് പ്ലസ് V3 എന്നുള്ളൊരു ഫോർമാറ്റിലാണ്. അതായത് ഈ വേറെ കഴിഞ്ഞ് ഹെൽപ്പിംഗ് വേർബ് കഴിഞ്ഞ് ഫോളോ ചെയ്യേണ്ടത് V3 ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 2 ആണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ഓപ്ഷൻ എങ്ങനെയാണ് ആയതെന്നുള്ളത് ഗ്രാമാറ്റിക് എററിലല്ല, സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അഗെയിൻ ഒരു ഗ്രാമർ എററിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദി സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ദി സെഗ്മെൻറ്റ് വിച്ച് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, തോമസ് ഇസ് എ മാൻ ഓഫ് വേർഡ് ഹൂ ഹാവ് ബീൻ പേയിങ് ബാക്ക് ദി ബോറോഡ് മണി ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ എറർ വന്നതെന്ന് പറഞ്ഞാൽ ഈ ഹാവിൻ്റെ യൂസേജിലാണ് എറർ വന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹൂ എന്ന് പറഞ്ഞാൽ ഒരു റിലേറ്റീവ് പ്രൊനൗൺ ആണ്. റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്ന ഒരു ക്ലോസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊനൗൺ ആണ് റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ. ഈ റിലേറ്റീവ് പ്രൊനൗൺ പോയിന്റ് ചെയ്തേക്കണം എന്ന് പറഞ്ഞാൽ ഇനി തൊട്ട് സെൻറ്റൻസിൽ മുന്നേ വന്ന നൗണിനോട്ടാണ് പോയിന്റ് ചെയ്ത് വെച്ചേക്കണം. അതായത് തോമസ് ഇസ് എ മാൻ ഓഫ് വേർഡ് എന്നാണ് പറയണത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഹൂ എന്ന് പറഞ്ഞ വാക്ക് ബേസിക്കലി പോയിന്റ് ചെയ്യണത് ഈ തോമസ് എന്ന് പറഞ്ഞ ആളിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഹൂ ഹാസ് ബീൻ എന്നാണ് പറയേണ്ടത് ഇവിടെ. കാരണം തോമസ് എന്ന് പറഞ്ഞ ആൾ സിംഗുലർ ആണ്, പ്ലൂറൽ അല്ല. അപ്പോൾ അതിന് പോയിന്റ് ചെയ്യുന്ന പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ ഷുഡ് ഓൾസോ ബി അതും സിംഗുലർ ആയിരിക്കും, ഇതും സിംഗുലർ ആയിരിക്കും ബേസിക്കലി. കാരണം അത് പോയിന്റ് ചെയ്യുന്ന ആ നൗൺ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആയത് കാരണം. അപ്പോൾ അതിനെ ഫോളോ ചെയ്യുന്ന വാക്ക്, ഫോളോ ചെയ്യുന്ന വേർബ് എന്ന് പറഞ്ഞാൽ അതിലും പ്ലൂറൽ സിംഗുലർ ആയിരിക്കണം. അപ്പോൾ ഹാവിന് പകരം ഇവിടെ എന്താ പറയേണ്ടത്? ഹാസ് ആണ്. തോമസ് ഇസ് എ മാൻ ഓഫ് വേർഡ് ഹൂ ഹാസ് ബീൻ പേയിങ് ബാക്ക് ദി ബോറോഡ് മണി ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ 4 ആണ്. ഹൂ ഹാസ് ബീൻ ആയിരിക്കണം. കാരണം ആ ഹൂ എന്ന് പറഞ്ഞത് പോയിന്റ് ചെയ്യുന്നത് തോമസിലോട്ടായത് കാരണം. അപ്പോൾ ഇത് ക്ലിയർ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു എററും വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ സിനോണിംസ് ആൻറ്റണിംസ് ഒക്കെ ചോദിച്ചത് ഏതൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞ വാക്ക്. ഒബ്സ്ക്യൂർ എന്ന് പറയുന്നത് ക്ലിയർ അല്ലാത്തൊരു സിറ്റുവേഷൻ, അതായത് മങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത അതിനാണ് ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ സിനോണിംസ് എന്താണ്? ആംബിഗ്യുവസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ലാത്തൊരു സിറ്റുവേഷൻ. അത് തന്നെയാണ് അൺക്ലിയർ. പിന്നെ വേഗ് എന്നുള്ളത്, വേഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? വേഗ് എന്ന് പറഞ്ഞാലും അൺക്ലിയർ എന്നുള്ളൊരു മീനിങ് ആണ്. പിന്നെ അതിൻ്റെ ആൻറ്റണിംസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ എന്നുള്ളത്. ആൻറ്റണിംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർ. അതുപോലത്തെ അടുത്ത വേഴ്സാണ് അഡ്യൂലേഷൻ എന്ന് പറഞ്ഞ വാക്ക്. ബേസിക്കലി അഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ചെയ്യുക, അഡ്മയർ ചെയ്യുക, വേർഷിപ്പ് ചെയ്യുക അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യുക. അതിനാണ് അഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മീനിങ് ആണ് പ്രൈസ്, അഡ്മയർ, റെസ്പെക്റ്റ്, അങ്ങനത്തെ ഒരു മീനിങ് ആണ് അഡുലേഷന് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഡിസ്റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ വാക്കാണ് അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത ചോദിച്ച വാക്കാണ് ബ്ലാൻഡ് എന്നുള്ള വാക്ക്. ബ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡള്ള്, സ്റ്റെയിൽ എന്നൊക്കെ ഉള്ളൊരു മീനിങ്. ഡൾ എന്ന് പറഞ്ഞാൽ ബ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫുഡ് ബ്ലാൻഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പെർട്ടിക്കുലർ ടേസ്റ്റ് ഇല്ല, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഫുഡ് എന്നുള്ളൊരു മീനിങ് ഇല്ല. അതിനാണ് ബ്ലാൻഡ് എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത ഫുഡിനെയാണ് നമ്മൾ ബ്ലാൻഡ്, സ്റ്റെയില് എന്നൊക്കെ പറയുന്നത്. അത് ഡള്ളെന്ന് നമുക്ക് പറയാം. അടുത്ത വാക്കാണ് ഫ്യൂട്ടൈൽ. ഫ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ യൂസ്ലെസ്, അതായത് ഫ്യൂട്ടൈൽ എഫേർട്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതായത് സ്റ്റഡിങ് ഫോർ IITs ഇസ് എ ഫ്യൂട്ടൈൽ എക്സസൈസ് എന്ന് പറയാം. അത് നമുക്ക് ഭയങ്കര സ്മാർട്ടായുള്ളവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യണത് വെറുതെ ആയി പോകുന്നുള്ളൊരു മീനിങ് ഇല്ലേ, വെറുതെ ആയി പോവുക, യൂസ്ലെസ് ആവുക, അങ്ങനത്തെ ഒരു മീനിങ് ആണ് ഫ്യൂട്ടൈൽ എന്ന് പറയുന്ന വാക്കിന്. അപ്പോൾ അതിൻ്റെ സിനോണിംസ് എന്താണ്? യൂസ്ലെസ്, വെയിൻ, വർത്ത്ലെസ്. അതൊക്കെയാണ് ഫ്യൂട്ടൈലിൻ്റെ വേർഡ്സ് എന്ന് പറയുക, കറസ്പോണ്ടിങ് മീനിങ് എന്ന് പറയുക. അടുത്തത് ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചോദിച്ചാണ് സൈനോഷർ എന്ന് പറഞ്ഞ വാക്ക്. സൈനോഷർ എന്ന് പറയുന്നത് എന്താ? എ പേഴ്സൺ ഓർ തിങ് ദാറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് അറ്റൻഷൻ ഓർ അഡ്മിറേഷൻ ആണ് ബേസിക്കലി സൈനോഷർ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പുള്ളി അല്ലെങ്കിൽ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആകുന്ന ഒരാളിനെയാണ്, ഒരു വ്യക്തിനെയാണ് നമ്മൾ സൈനോഷർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ കാർഡിനൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനത്തിനാണ് കാർഡിനൽ എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ
ദ കാർഡിനൽ റൂൾസ് ഓഫ് ബൈബിൾ ഈസ് ടു ലവ് ഈച്ച് അതർ. അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ബൈബിളിൽ പറഞ്ഞ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂള് എന്താണെന്ന് വെച്ചാൽ ടു ലവ് ഈച്ച് അതർ എന്നുള്ളൊരു ആ ഒരു റൂളാണ് ബൈബിളിൽ പറയുന്നത്. അത് കാർഡിനൽ ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്, ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് എന്നുള്ളൊരു മീനിങ് ആണ് കാർഡിനൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ ഇത് ഫെമിലിയർ ആണോ നോക്കുക. ഇത് ഫെമിലിയർ അല്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയറിൽ തന്നിരിക്കുന്ന സിനോണിംസും ആൻറ്റണിംസും ഇരുന്ന് പഠിക്കുക. അല്ലെങ്കിൽ അടുത്ത പറഞ്ഞാൽ ചോദിച്ച ഇഡിയംസ് എന്ന് പറഞ്ഞാൽ അടുത്ത ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞാൽ ടേക്ക് വൺസ് ഹാഡ് ഓഫ് ടു സംവൺ. ബേസിക്കലി നമ്മളിങ്ങനെ തൊപ്പി ഇങ്ങനെ പൊക്കുക എന്ന് പറയില്ല. അതായത് നമ്മൾ ഒരാൾ അഡ്മയർ ചെയ്യുക, അപ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ അക്കംപ്ലിഷ്മെൻറ്റ് കണ്ട് നമ്മൾ അത്ഭുതപ്പെടില്ല. ആ സമയത്താണ് നമ്മൾ അവരൊരു റെസ്പെക്റ്റ് കാണിക്കാൻ വേണ്ടി, അവരെ അഡ്മയർ ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഹാറ്റ് പൊക്കുന്നൊക്കെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ കാണിക്കില്ലേ. അതാണ് ബേസിക്കലി ഈ ഒരു ഇഡിയമിൻ്റെ മീനിങ്. ടേക്ക് വൺസ് ഹാഡ് ഓഫ് ടു സമ്മൺ എന്ന് പറഞ്ഞാൽ അഡ്മയർ സമ്മൺ എന്നുള്ളൊരു മീനിങ്. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ചോദിച്ച ഇഡിയംസ്. അഗെയിൻ ഇതല്ലാതെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു, നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയത് ഇതൊക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് അടുത്തത്. ഓക്കെ, അടുത്ത പറഞ്ഞാൽ ക്ലോസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, റീഡിങ് കോംപ്രിഹെൻഷൻ ഉണ്ടായിരുന്നു, മിസ് സ്പെല്ലിങ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഓരോ ഇതിനു വേണ്ടി ചോദിച്ചിരുന്ന ക്ലോസ് ടെസ്റ്റ് ഗ്രാമറിൻ്റെ ബേസിൽ വരും, പ്രപ്പോസിഷണൽ എറേഴ്സ് വരും, ആർട്ടിക്കൽ എറേഴ്സ് വരും. ആർട്ടിക്കിളിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് വരും ക്ലോസ് ടെസ്റ്റിൽ. ക്ലോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പാരഗ്രാഫ് ഉണ്ടാവും, അതിൽ സർട്ടൺ വേർഡ്സ് ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതെല്ലാം നമ്മൾ ഗസ് ചെയ്യണം. അതാണ് ബേസിക്കലി ക്ലോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നെയാണ് ബേസിക്കലി. അപ്പോൾ ക്ലോസ് ടെസ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, റീഡിങ് കോംപ്രിഹെൻഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മോഡൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രീവിയസ് ഇയർ സോൾവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതോടെ നമുക്ക് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ബേസിക്കലി നമ്മൾ പ്രീവിയസ് ഇയർ ബേസ്ഡ് ആയിട്ട് നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങാം. ഇപ്പോൾ ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 5 പേപ്പേഴ്സ് എങ്കിലും പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക. അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ എറേഴ്സാണ് വന്നത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ത്രൂ എങ്കിലും പഠിക്കുക. ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തവർ, പഠിച്ചവർ അവർ പ്രാക്ടീസിന് വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതോടെ നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം.